ചെമ്പരത്തിപ്പൂവി ചൊല്ല് ദേവനെ കണ്ടോ അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരഥഘോഷം ചെമ്പരത്തിപ്പൂവി ചൊല്ല്. എവിടെ പോയി കാണുന്നില്ലല്ലോ. ഞാൻ എത്ര ബന്ധപ്പെട്ട ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്നറിയോ? അച്ഛൻ ഉറങ്ങാൻ കിടന്നിട്ടേ ഉള്ളൂ. നീ എന്താ ഒന്നും മിണ്ടാത്തെ? അച്ചടാ ഉറങ്ങിയോ? ഹലോ, ഉത്തരം ഞാൻ പറയാം. പാവം ഈ ചെമ്പരത്തിയോട് എന്തിനാണ് പ്രണയകലഹങ്ങൾ? ആഹാ, അപ്പോ ഇവിടെ ഒളിഞ്ഞിന്ന് കേൾക്കായിരുന്നു അല്ലേ? ആ, അതുകൊണ്ടല്ലേ എനിക്കെന്റെ വാനമ്പാടിയുടെ പാട്ട് കേൾക്കാൻ പറ്റിയത്. ചെമ്പരത്തിപ്പൂവേ ചൊല്ല്. എത്ര സമയമായിട്ട് ഞാനിവിടെ കാത്തു നിൽക്കാന്നറിയോ? അല്ല, നീ ഇന്ന് വിളപ്പുറത്തമ്മയെ കാണാൻ പോയില്ലേ? പോയിരുന്നല്ലോ. എന്താ കല്യാണി ഇത്? കഴിക്കുന്നെന്ത് പറ്റി? അത് വലിയുഞ്ഞേ, ക്ഷേത്രത്തിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്യായിരുന്നു ഞാൻ. അപ്പോഴാ നമ്മുടെ അനിയൻകുട്ടിന്റെ പ്രായത്തിലുള്ള ഒരു കുട്ടി സൈക്കിളിൽ വന്നെന്നെ ഇടിച്ചിട്ടത്. ഞാൻ നിലത്ത് വീണു, അത്രേ പറ്റിയുള്ളൂ. ഭാഗ്യം അവനൊന്നും പറ്റിയില്ല. റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് 2 പ്രാവശ്യമെങ്കിലും ഇടതും വലതും നോക്കണമെന്ന് അറിയില്ലേ നിനക്ക്? എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയോ? അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഓയിൽമെന്റ് പുരട്ടിയിരിക്കുക. നീ ഇത്ര പാവമായി പോയല്ലോ കല്യാണി. നിന്നെ സ്വന്തമാക്കിയില്ലായിരുന്നെങ്കിൽ അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായി പോയനെ. ഈ സാരി എവിടെയോ പരിചയമുണ്ടല്ലോ. എന്റെ സ്റ്റെല്ലയല്ലേ അത്? ഞാൻ കൊടുത്ത സാരിയല്ലേ അവൾ ഉടുത്തിരിക്കുന്നത്? ഗ്രീൻ സിഗ്നൽ. വിഘ്നേശ്വര, ഞാൻ ഉടയ്ക്കാൻ പോകുന്ന നാളികേരത്തിന് നീ മുൻകൂർ ഫലം തന്നല്ലോ. ഈ സാരി ഫംഗ്ഷൻ ഉടുക്കാനാണല്ലോ ഞാൻ വാങ്ങിക്കൊടുത്തത്. ഇതിപ്പോഴും ഉടുത്തത് എന്തിനാ? ഏതായാലും എന്റെ പ്രണയ സാക്ഷാത്കാര വാർത്ത ആനന്ദിനെ തന്നെ ആദ്യം അറിയിച്ചളയാം. വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ. ആനന്ദേ, നീ വന്നോ? നീ എന്റെ മുഖത്തേക്കൊന്ന് നോക്ക്. എന്താടാ കാര്യം? മുഖത്തേക്കൊന്ന് നോക്കടാ. ഈ മുഖത്ത് നീ ആരുടെയെങ്കിലും ലക്ഷണം കാണുന്നുണ്ടോ? മച്ചു, നീ നോക്ക്. വല്ല റോമിയുടെയോ ഷാജഹാന്റെയോ വല്ല മൊയ്തീന്റെയോ? രാവിലെ നീ ഒരുമാതിരി പൈങ്കിളി കളിക്കാതെ കാര്യം പറയടാ. നീ എന്താ പറഞ്ഞത്? എനിക്ക് പ്രേമിക്കാനുള്ള സുഹൃതവും ഭാഗ്യവും ഇല്ലെന്ന്. എന്നാ ആ സാധനങ്ങളെല്ലാം ഇന്നു മുതൽ എനിക്ക് ഉദിച്ചിരിക്കുന്നു. എന്റെ പ്രണയത്തിന്റെ ഗുൽമോഹർ പൂത്തൊലിഞ്ഞിരിക്കുന്നു. നിറയെ പൂക്കളുമായ ആ പൂമരം തൃച്ചംബരം ഹാളിൽ വിലസുന്നു. തൃച്ചംബരത്തിന്റെ ഹാളിൽ മരം പൂത്തുന്നോ? അതെ, സ്റ്റെല്ല എന്ന പൂമരം. സങ്കടമുണ്ടടാ.
ആത്മസുഹൃത്തിന്റെ സമനില തെറ്റിപ്പോയതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. മച്ചു, നീ അങ്ങനെ അങ്ങ് കൊച്ചാക്കാൻ വരട്ടെ. സ്റ്റെല്ല, ഞാൻ കൊടുത്ത സാരി ഉടുത്ത് എന്റെ പ്രണയത്തിന് പച്ചക്കൊടി കാട്ടിയിരിക്കുന്നു. ഈ ഒരു സന്തോഷം ആദ്യം നിന്നോട് പങ്കുവെക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓ പിന്നെ നീ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി അതൊന്നുകൂടി ഉറപ്പിച്ചിട്ട് വരാം. ഈ സാരി ഉടുത്തപ്പോ ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ രൂപം. ഹലോ, തന്നോടാ. എന്താ ഇത്? ഇത് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് വാങ്ങിച്ചതാ എന്റെ ഒരു ഉപഹാരം. കൊച്ചു കള്ളി, പറയാൻ നാണമായിരിക്കും അതാ പേപ്പർ എഴുതി തന്നത്. ശരി, ഞാനിത് ഇപ്പൊ തന്നെ ഇട്ടോണ്ട് വരാം. നീ ഒരുമാതിരി പുച്ഛത്തോടെ എന്റെ പ്രണയത്തെ നോക്കിക്കണ്ടു. ദിവ്യമായി എന്റെ പ്രണയത്തെ നോക്കി പരിഹസിച്ച് ചിരിച്ചു. എന്റെ പ്രണയവല്ലരിയിൽ ആത്മാർത്ഥ സുഹൃത്തുക്കൾ പോലും ആസിഡ് കോരി ഒഴിച്ചു. എന്നാൽ അത് പൂവിട്ടു മച്ചു. നീ പറഞ്ഞതാ ശരി. പ്രണയം അത് കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. എന്താ അത്? പാൻസും ഷർട്ടും സ്റ്റെല്ല വാങ്ങി തന്നതാ. നിനക്കിതുവരെ ഇതുപോലൊരു പ്രണയോപഹാരം കിട്ടിയിട്ടില്ലല്ലോ. ഉണ്ടോ? അപ്പോ നിന്റെ പ്രണയത്തെക്കാൾ എന്തുകൊണ്ടും ദിവ്യമായ പ്രണയമാണ് മച്ചു എന്റേത്. എന്റെ പ്രണയിനി വാങ്ങിത്തന്ന വേഷത്തിൽ എന്നെ കാണാൻ 2 കണ്ണുകൾ അവിടെ തുടിക്കുന്നുണ്ട് മച്ചു. എങ്ങനുണ്ട്? ഒരു മാസ് ലുക്കില്ലേ? ഇനി ഞാൻ തിരികെ വരും. വെയിറ്റ്. എങ്ങനുണ്ട് സ്റ്റെല്ല? ഇതുവരെ നാണം മാറിയില്ലേ? വീണ്ടും എഴുതി തന്നിരിക്കായിരിക്കും. ഇതെന്താ? ഞാൻ വാങ്ങി തന്ന സാരിയുടെ ബില്ലാണല്ലോ. നിങ്ങൾ എനിക്ക് തന്ന ഗിഫ്റ്റില് അതിന്റെ ബില്ല് വെച്ചിരുന്നു. 2500 രൂപയാ ആ ബില്ല്. ഞാനിപ്പോ നിങ്ങൾക്ക് തന്ന ഡ്രസ്സിന്റെ ബില്ല് 3000 രൂപ. 500 രൂപ കൂടുതലാ. പ്രേമിക്കുന്ന പെണ്ണിന് ഗിഫ്റ്റ് കൊടുക്കുന്ന കവറില് അതിന്റെ ബില്ല് കൂടി വെക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കാമുകനാ നിങ്ങള്. ഞാൻ തന്നെ എന്റെ പ്രേമത്തിന്റെ ശവക്കുഴി തോണ്ടി.
ഉം. ആ, കല്യാണി സാരി പുതിയതുപോലെ തിളങ്ങുന്നുണ്ടല്ലോ. ആനന്ദ്, ഉം? ഈ സാരി ഏതാണെന്ന് അറിയാമോ നിനക്ക്? അവാർഡ് ഫംഗ്ഷൻ കൊടുക്കാൻ വാങ്ങിയ പുതിയ സാരിയാണോ അമ്മേ? ഇത് പുതിയ സാരിയൊന്നുമല്ല. ഞങ്ങളുടെ 1ാമത്തെ വാർഷികത്തിന് കൃഷ്ണേട്ടൻ വാങ്ങിത്തന്ന സാരിയാ. ആഹാ, അത്രയും പഴക്കമുള്ള സാരിയായിരുന്നോ? പക്ഷെ ഞാൻ പുതിയ സാരിയാണെന്നാ കരുതിയത്. ഇത് പുതിയതുപോലെ തോന്നിക്കാൻ ഒരു കാരണമുണ്ട് ആനന്ദ്. ഞാനിത് കല്യാണെ കൊണ്ട് മാത്രമേ അലക്കിക്കാറുള്ളൂ. ആ, അപ്പോ ഇതിന്റെ പുതുമ നഷ്ടപ്പെടാതെ നിലനിർത്തുന്നത് കല്യാണിയുടെ മാജിക് ആണല്ലേ? ഹേയ്, ഇത് എന്റെ മാജിക് ഒന്നും അല്ല വലിയുഞ്ഞെ. ദേ, ഈ സൺലൈറ്റിന്റെ മാജിക്കാ. ആ, ഓ, ഈ സൺലൈറ്റ് കൊണ്ട് കഴുകിയ ഏത് തുണിയും ഇതുപോലെ വെട്ടിത്തിളങ്ങും. ഒരു കാര്യം ചെയ്, ഈ സാരി കൊണ്ടുവച്ചിട്ട് ആ ഷെൽഫിലിരിക്കുന്ന ഒരു പച്ച സാരി ഉണ്ട്, അതൊന്ന് വാഷ് ചെയ്യ്. ശരി മാഡം. വാ, പൂജ കഴിയും മുമ്പ് അങ്ങ് എത്തണം. ശരി അമ്മേ. കല്യാണി, വലിയുഞ്ഞെ, ആ സാരിയും ഇതുപോലെ തന്നെ വെട്ടിത്തിളങ്ങണം. സൺലൈറ്റ് ഇട്ട് തന്നെ വാഷ് ചെയ്തോ. ശരി. ആ, ഇല്ലില്ല, ലൈസൻസിന്റെ കാലാവധി അടുത്ത 23-ാം തീയതിയാ. ഏയ് അല്ലെന്ന്. ഞാൻ ഒരു മിനിറ്റ്, ഞാൻ ഫയൽ നോക്കട്ടെ. നിക്ക് മിസ്റ്റർ ആരി, ഞാൻ ഫയലൊന്ന് നോക്കട്ടെ. ആ ആ ആ, ഇത് നോക്കിക്കൊണ്ടിരിക്ക. ആ, ഇപ്പൊ പറയാം കറക്റ്റ് ഡേറ്റ്. ആ, നിക്ക് കിട്ടി കിട്ടി കിട്ടി. ആ, ഞാൻ പറഞ്ഞില്ലേ 18/12/20 അതിന്റെ ഡേറ്റ് എന്ന്. അല്ല, നിങ്ങൾ എവിടെ നോക്കിയിട്ട് ഈ സംസാരിക്കുന്നേ? ഇത് ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോഴേ നിങ്ങളോട് പറഞ്ഞല്ലേ എന്റെ കോപ്പി എടുത്ത് വെക്കാൻ. പിന്നെ ഞാനിത് ആദ്യം പറഞ്ഞല്ലേ. ദൈവമേ, പ്രോയിഡിങ് കല്യാണി മാരേജ് സർട്ടിഫിക്കറ്റ് അല്ലേ താഴെ പോയത്? അവളത് കണ്ട തീർന്നു. ഈശ്വരാ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞ വഴിതാ. അയ്യോ, ഹലോ, ഞാൻ പിന്നെ വിളിക്കാൻ കാര്യം. എന്താ അരവിന്ദ് ഇത്? നീ മാറി നിക്ക്, കുപ്പിച്ചില്ല കാലി കയറും. ഒന്ന് സൂക്ഷിച്ചൂടെ? അല്ല, ഇവിടെ വീണ പേപ്പർ എവിടെ? ഏതായിരുന്നു ആ പേപ്പർ? അതെ, അത് പിന്നെ ബിൽഡിങ്ങിന്റെ ഒരു ലൈസൻസിന്റെ കോപ്പി ഉണ്ടായിരുന്നു, അതിങ്ങനെ വീണ്.
അഖിലാന്റി പറയുന്നത് ശരിയാ. നിനക്ക് ഒരു കാര്യത്തിലും ഒരു ശ്രദ്ധയുമില്ല. അതെ അതേലോ, എന്റെ ശ്രദ്ധക്കുറവ് തന്നെ. അല്ലെങ്കിൽ നീ സർട്ടിഫിക്കറ്റും കണ്ട എല്ലാ കള്ളിയും വെളിച്ചത്തായേനെ. നാരായണ നാരായണ. അതെ, കൈ സൂക്ഷിക്കണേ. ഞാനിപ്പോ വരാം. നോക്കിട്ടാ, സൂക്ഷിക്കണേ. വല്യുഞ്ഞേ, ആ എന്താ കല്യാണി? ജോലിയൊക്കെ കഴിഞ്ഞു. ഞാൻ വീട്ടിലേക്ക് പോവാ. വല്യുഞ്ഞിന് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചിട്ട് പോവാന്ന് കരുതി. എനിക്ക് കുറച്ച് പുതിന ടീ വേണം. അത് കപ്പിൽ പോരാ, ഫ്ലാസ്കിലെടുത്തോ. ഞാൻ കുറേശ്ശെ എടുത്ത് കുടിച്ചോളാം. അതെന്താ, ഇന്ന് ഉറങ്ങുന്നില്ലേ വല്യുഞ്ഞ്? നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്. അത്യാവശ്യമായിട്ട് കുറച്ച് റെഫറൻസ് തയ്യാറാക്കണം. അത് പാതിരാ വരെ നീളും, ചിലപ്പം വെളുക്കും. കുറച്ചു നേരമെങ്കിലും ഒന്ന് ഉറങ്ങാൻ നോക്കു വല്യുഞ്ഞേ. ഇത് തീർന്നിട്ടേ ഉറങ്ങാൻ പറ്റൂ. കല്യാണി പൊയ്ക്കോ. വല്യുഞ്ഞ് ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഉറക്കം നിന്ന് ജോലി ചെയ്താ ശരീരം കേടാവില്ലേ? ഒന്ന് പോയി പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട. ഇതളേർത്ത താമര പതിയെ തഴുക നെറുകിൽ മുഖരാ ഒരു കുഞ്ഞു സ്വപ്നം കോർത്തു ഞാൻ അനുരാഗലോലം പാടി ഞാൻ താരങ്ങൾ ചാരി വന്നു